ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് നോക്കുന്നത് ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് ആണ്. മൈസെൽഫ് ലക്ഷ്മി. അപ്പോൾ ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് ആസ് യു ആർ ഓൾ വെൽ അവെയർ 20% വെയിറ്റേജ് ഉള്ള ഒരു പേപ്പറാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഐ എം വെരി സർട്ടൺ നിങ്ങൾക്കെല്ലാം ഇതിൻ്റെ വെയിറ്റേജ് എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു ധാരണ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് ഇൻ ഡെപ്ത് ആയിട്ട് ഇതിൻ്റെ കുറച്ചും കൂടി ഒന്ന് റിവിഷൻ ആവശ്യമാണ് എങ്കിൽ യൂട്യൂബിൽ തന്നെ IIICMAയുടെ പേജിൽ നോക്കുകയാണ് എങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ഇട്ട റിവിഷൻ സീരീസിനകത്ത് ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ MCQs ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ 20% ആണ് വെയിറ്റേജ്. ഒരു 5 മാർക്സോളമാണ് പെർ ചാപ്റ്റർ വരാൻ പോകുന്നത്. 4 ചാപ്റ്റേഴ്സാണ് നമുക്കുള്ളത്. ആദ്യത്തേനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് ഡേറ്റ, അല്ലെങ്കിൽ എന്താണ് സ്കെപ്റ്റിസിസം, എങ്ങനെ ഡേറ്റാനെ യൂസർ ഫ്രണ്ട്ലി ഇൻഫർമേഷനായി കൺവേർട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നോക്കിയത്. രണ്ടാമത്തെ യൂണിറ്റിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ ഡേറ്റ സയൻസ് ഫിനാൻസ് നമ്മളുടെ ആ ഒരു റിലവൻസിനെ പറ്റി, അല്ലെങ്കിൽ ഡേറ്റ ഈ ഒരു അനലിറ്റിക്സിനെ പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത്. തേർഡ് യൂണിറ്റിൽ ഡേറ്റ പ്രസൻറ്റേഷൻ ആർക്കിടെക്ചർ, ഡേറ്റ വിഷ്വലൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലിക്ക് വ്യൂ, അല്ലെങ്കിൽ ടാബ്ലോ, അല്ലെങ്കിൽ നമ്മളുടെ മൈക്രോസോഫ്റ്റ് എക്സൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെപ്തായിട്ട് പഠിച്ചു. XML, XBRL ഒക്കെ നമ്മൾ ലാസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് യൂണിറ്റ് തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന മെഷീൻ ലേണിംഗ് എന്താണ്, ഡീപ്പ് ലേണിംഗ് എന്താണ്, സിമിലാരിറ്റി ലേണിംഗ്, സൂപ്പർവൈസ് ലേണിംഗ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് നമുക്ക് ഈ പറയുന്ന യൂണിറ്റ്സിൽ നിന്ന് വരാൻ ചാൻസസ്, പോസിബിലിറ്റീസ് ഉള്ള MCQs ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. കൂടുതലും വെൻ ഐ വെൻ ത്രൂ ദീസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ മെറ്റീരിയൽ തന്നെ ഓൾറെഡി തന്നിട്ട്, ഇപ്പോൾ നമ്മുടെ വർക്ക് ബുക്കിലാണെങ്കിലും ഒക്കെ ഓൾറെഡി തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയലും വെരി സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സസിലൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്തപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഈ പറയുന്ന യൂണിറ്റിൽ നിന്ന് ഉണ്ട് എങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ, നമ്മുടെ കമ്മ്യൂണിറ്റീസിലോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് മെസ്സേജ് അയച്ചൊന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ യൂട്യൂബ് ഈ വീഡിയോ വരുമ്പോൾ അതിന് താഴെ കമൻറ്റ് ചെയ്താലും വി വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു ഗൈസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ ഡേറ്റ മേ ബി എക്സ്പ്രസ്ഡ് ആസ് ഓപ്ഷൻ A in the form of text, in the form of numbers, in the form of images, all of the above. നമ്മൾ ഓൾറെഡി പഠിച്ചു ന്യൂമറിക്കൽ ഡേറ്റ. ഇത് വളരെ സിമ്പിൾ ആണല്ലേ, നമ്മളെ ഫസ്റ്റ് യൂണിറ്റിൽ വളരെ സിമ്പിൾ. അവിടെ നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ വരുമ്പോൾ അതിനകത്ത് ഡേറ്റ പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. അവിടെ ന്യൂമറിക്കൽ പഠിച്ചു, കാറ്റഗറിക്കൽ പഠിച്ചു, സ്ട്രക്ചേർഡ് പഠിച്ചു, അൺസ്ട്രക്ചേർഡ് പഠിച്ചു, പിന്നെ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പഠിച്ചു, അല്ലേ, ക്വാളിറ്റേറ്റീവ് പഠിച്ചു, ക്വാണ്ടിറ്റേറ്റീവ് പഠിച്ചു, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി സെക്കൻഡ് യൂണിറ്റിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ ഫിനാൻസ് ആൻഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ എടുത്ത് പറയുമ്പോൾ 2 ടൈപ്സ് ഓഫ് ഡേറ്റ, ഡിസ്ക്രിപ്റ്റീവും പിന്നെ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. ഇവിടെ നമ്മൾ ആദ്യം പഠിച്ചത് ഒരു ഡേറ്റാൻ്റെ കാറ്റഗറീസ് ആണ് നമ്മൾ പഠിച്ചത്, മറ്റേത് സ്പെസിഫിക്കലി ഫിനാൻസ് ആൻഡ് കോസ്റ്റിങ്ങിലാണ് പറയുന്നത്. അപ്പോൾ ഈ ന്യൂമറിക്കൽ എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ് മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്പേഴ്സിൽ നമ്മൾ കാണിക്കുന്നത് എന്താണ്, ന്യൂമറിക്കൽ ഡേറ്റ ആണ്, അല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇത് നമുക്ക് ഇതേപോലെ തന്നെ മെറ്റീരിയലിൽ എക്സാക്റ്റ് വേർഡിങ്ങിൽ കിടപ്പുണ്ട്. ദ ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ മേ ബി ഡെസിഫേർഡ് ആസ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ സിഇഒയുടെ ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ ആനുവൽ റിപ്പോർട്ട്, ഓക്കെ, ടെക്സ്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങൾ, വലിയ വലിയ കഥകളായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതാണ്, ഡെസിഫേർഡ് ഇൻ ദ ഫോം ഓഫ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ആണോ, ക്വാണ്ടിറ്റേറ്റീവ് ആണോ, ഇൻ ദ ഫോം ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഇൻഫോർമൽ സോഴ്സസ് ആണോ, ഓൾ ഓഫ് ദി അബവ് ആണോ? വളരെ ക്ലിയർ ആണ്. മേ ബി ഡെസിഫേർഡ് ഇൻ ദ ഫോം ഓഫ് ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ ആണ് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സിൽ കാണിക്കാൻ പറ്റുന്നത് ഡിസ്ക്രിപ്റ്റീവ് അല്ല, അല്ലേ. നമ്പേഴ്സിൽ കാണിക്കാൻ പറ്റുന്ന ഏതാ, നമ്മൾ പറഞ്ഞു ഓൾറെഡി ന്യൂമറിക്കലൊക്കെ നമ്പേഴ്സിൽ കാണിക്കാൻ പറ്റുക. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ വിശദമായി എഴുതി വരുന്നത് എന്താണ്, ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. എക്സാക്ട് സെയിം സെൻറ്റൻസ് നമ്മളുടെ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഡേറ്റ പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് പിക്ചർ ഇസ് ടേംഡ് ആസ്. ഗ്രാഫിക് ആണോ, പിക്ചർ ആണ്, അത് ക്വാളിറ്റേറ്റീവ് ആണോ, ക്വാണ്ടിറ്റേറ്റീവ് ആണോ, ഓൾ ഓഫ് ദി അബവ് ആണോ? ഒബ്വിയസ്ലി ഇതിനകത്തൊന്നും നമുക്ക് വലിയ എലിമിനേഷൻ മെത്തേഡിൻ്റെയോ അല്ലെ വലിയ ഗെസസിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് യൂണിറ്റ് ആണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് അത്രമാത്രം സിമ്പിളാണ്. അപ്പോൾ ഡേറ്റ പിക്ചറായിട്ട് നമ്മൾ കാണിക്കുന്ന ഏതാണ്, ആൻസർ എന്താണ്, ഗ്രാഫിക് ഡേറ്റ. ഇനി
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ദ റീസൺ ഫോർ ഡിജിറ്റൈസേഷൻ? ഡിജിറ്റൈസേഷന് കുറേ റീസൺസ് പഠിച്ചിട്ടുണ്ട്, 2 ഒബ്ജക്റ്റീവ്സും പഠിച്ചിട്ടുണ്ട്, കുറേ റീസൺസ്, വൈ ഡു വി ഡിജിറ്റൈസ് എന്ന് കുറച്ച് റീസൺസും പഠിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് നമുക്ക് 2 ഒബ്ജക്റ്റീവ്സേ ഉള്ളൂ, ഒന്ന് വൈഡ് സ്പ്രെഡ് ആക്സസും ഒന്ന് പ്രിസർവേഷന് വേണ്ടിയിട്ടും. അതായത് നമുക്ക് ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഈ ഡേറ്റാനെ പ്രിസർവ് ചെയ്യാൻ പറ്റും, 2 അറ്റ് എ ടൈം പലയിടത്തിരുന്നിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റാനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുള്ളത്. ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനലോഗിൽ നിന്ന് നമ്മൾ ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞു. അതേപോലെ അതിനകത്ത് വേറൊരു ചോദ്യം ആ ഒരു ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഡിജിറ്റൈസേഷൻ ആക്ടിവിറ്റീസിൽ ഒന്നെന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആധാറാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് വൈ ഡു വി ഡിജിറ്റൈസ് എന്നുള്ള ടോപ്പിക്. അപ്പം അതിന് വർക്ക് പ്രോസസ്സിങ്ങിനെ സഹായിക്കുമോ? യെസ്, സഹായിക്കുമല്ലോ. ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് പ്രോസസ്സിങ്, അതായത് നമ്മളിപ്പോൾ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യെസ് നമുക്ക് ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എളുപ്പമാണ്. അല്ലെങ്കിൽ ഒരാൾ അവിടെ സ്റ്റോക്ക് റിസീവ് ചെയ്തിട്ട് അയാൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ നമ്മൾ അവിടെ പോയി നോക്കണം, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കണം. ഇപ്പോൾ അവിടെ ഒരു ഡിജിറ്റൈസ്ഡ് ആണ്, ഒരു ERP ഇൻ പ്ലേസിലുണ്ട് എങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കണം, യു ക്യാൻ ജസ്റ്റ് ചെക്ക് ദി സിസ്റ്റം ആൻഡ് യു നോ ദേ ഹാവ് റിസീവ് ദ പ്രോഡക്റ്റ്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഓക്കെ അക്കോർഡിംഗ്ലി അടുത്ത സ്റ്റെപ്പ് അവർക്ക് ചെയ്യാം. ഓക്കെ, മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യാം, ഇൻവോയ്സിങ് സ്റ്റാർട്ട് ചെയ്യാം, അതിനുശേഷം പേയ്മെൻറ്റ് കൊടുക്കണം, പേയ്മെൻറ്റ് വരെയുള്ള ആ സ്റ്റെപ്പ് ഫുള്ള് വർക്ക് പ്രോസസ്സിങ്ങിൻ്റെ ആ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഹെൽപ്പ് ചെയ്യും. 2 ഫിസിക്കൽ സ്റ്റോറേജ്, ലെസ് ഫിസിക്കൽ സ്റ്റോറേജ്. ഡിജിറ്റൈസ് ചെയ്താൽ നമുക്ക് വലിയ വലിയ ഫയൽസുകളായിട്ട് അടുക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ അതും ഒരു റീസൺ ആണ്. അടുത്ത എന്താ? മോർ ദാൻ 1 person സൈമൾട്ടേനിയസ്ലി, അതും ഉപയോഗിക്കാം അല്ലേ, ഡിജിറ്റൈസ്ഡ് ആണ്. സോ ദ ആൻസർ ഇസ് ഓൾ ഓഫ് ദി അബവ്. നെക്സ്റ്റ്, ടു മേക്ക് ദ ഡേറ്റ ടേൺ ഇൻ ടു യൂസർ ഫ്രണ്ട്ലി ഇൻഫർമേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും വരാം, 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് യൂസർ ഫ്രണ്ട്ലി ഇൻഫർമേഷൻ. ആൻഡ് ഓൾവേസ് മക്കളെ നമ്മൾ എപ്പോഴും ക്ലാസ്സസിൽ പറയാറുണ്ട്, ഇപ്പം ആസ് ഐ ആം അവെയർ, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ പുറത്തുനിന്നുള്ള കുട്ടികളും കാണുന്നുണ്ടാവും. ഒരിക്കലും ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് സ്കിപ്പ് ചെയ്ത് പഠിക്കരുത് എന്ന് ഞാൻ പൊതുവേ ക്ലാസ്സസിൽ പറയാറുണ്ട്. അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആകെ ചെറിയൊരു പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്, വെറും 20 മാർക്സ്, അതേപോലെ വെറും 4 ചാപ്റ്റേഴ്സ്, ഒന്നും പഠിക്കാൻ പാടില്ല, എല്ലാം ബേസിക് കാര്യങ്ങളാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയാറുണ്ട്. അപ്പം അതിനകത്ത് കാര്യം ഈ വട്ടം വന്നത് അടുത്ത വട്ടം വരണമെന്ന് യാതൊരു ഉറപ്പും നമുക്കില്ല. നമ്മളിപ്പോൾ ബാക്കിയുള്ള പേപ്പേഴ്സിൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്താൽ ഓഫ് കോഴ്സ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ആ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ കുറച്ച് നാളെ ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ നമ്മൾ ചെയ്താലും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. പിന്നെയും ചോദിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ആ പേപ്പറിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഡേറ്റാനെ യൂസർ ഫ്രണ്ട്ലി ഇൻഫർമേഷൻ ആക്കണം എങ്കിൽ ഇറ്റ് ഷുഡ് ഗോ വൺ ഓർ മോർ ഓഫ് ദി ഫോളോയിങ് കോർ സ്റ്റെപ്സ്. ഡേറ്റാനെ ആദ്യം ഐഡൻറ്റിഫൈ, നമ്മൾ സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കളക്ഷൻ ഓഫ് ഡേറ്റ, ഓർഗനൈസിങ്, ഡേറ്റ പ്രോസസ്സിങ്. ഇത് 3 വേണം അല്ലേ? ഡേറ്റാനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ഡേറ്റാനെ കളക്ട് ചെയ്യണം, എന്നിട്ട് അതിനെ ഓർഗനൈസ് ചെയ്യണം, എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യണം, എന്നിട്ട് നല്ല തീരുമാനം എടുക്കും. സോ ദി ആൻസർ ഇസ് ഓൾ ഓഫ് ദി എബവ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനി ഡേറ്റ എക്സ്പ്രസ്ഡ് ആസ് എ നമ്പർ ഇസ് എ ഡാഷ് ഡേറ്റ. നമ്മൾ നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണ്? എഗെയിൻ നമുക്കറിയാം, സിമ്പിളാണ്, ന്യൂമറിക്കലാണ്. നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ തന്നെ എന്താണ്? ജസ്റ്റ് റെപ്പറ്റീഷനാണ്. നമ്പേഴ്സിൽ കാണിക്കുന്ന ഡേറ്റ എന്താണ്? ന്യൂമറിക്കലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ പുതിയ അമെൻഡ് ചെയ്ത മെറ്റീരിയലിനകത്ത് നമുക്ക് ഇപ്പോൾ പഠിക്കാനില്ല. ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു നോമിനൽ സ്കെയിൽ എന്താണ്, ഓർഡിനൽ സ്കെയിൽ, ഇൻ്റർവെൽ എന്താണെന്നുള്ളത്. അതാണ് ഈ ക്വസ്റ്റ്യൻ. ക്ലാസിഫൈങ് ഇക്വിറ്റീസ് ഇൻറ്റു സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, ലാർജ് ക്യാപ്, കാറ്റഗറീസ്. ഇങ്ങനെ കാറ്റഗറീസ് ആയി മാറ്റുന്നത് ഏത് പർട്ടിക്കുലർ എന്താണ് സ്കെയിലിൻ്റെ എക്സാമ്പിളാണ്? നോമിനൽ സ്കെയിലാണോ, ഓർഡിനൽ ആണോ, ഇൻ്റർവെൽ ആണോ, റേഷ്യോ? ദ ആൻസർ നോമിനൽ ആണ്. ബട്ട് നമുക്ക് ഇപ്പോഴത്തെ, ലൈക്ക് ഐ സെഡ് ബിഫോർ, ഇപ്പോഴത്തെ മെറ്റീരിയൽ നമുക്ക് ആ ഒരു സെക്കൻഡ് യൂണിറ്റിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററിലെ സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന ഒരു ഇതായിരുന്നു. നമുക്കിപ്പോൾ അത് പഠിക്കാനില്ല. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ phase for a digitization process? Okay, justification, second assessment, third planning, or the last one all of the above. ഓക്കെ, നമ്മൾ ഡിജിറ്റൈസേഷൻ്റെ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏതാണ്? ഓക്കെ, ആദ്യം നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ബെനിഫിഷ്യൽ ആണോ ഈ പറയുന്ന കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബെനിഫിഷ്യൽ ആണോ, ജസ്റ്റിഫിക്കേഷൻ ചെയ്യും. യെസ്, അതൊരു സ്റ്റെപ്പാണ്. 2 അസസ് ചെയ്യും. 3 അസസ് ഏതൊക്കെ ഏതൊക്കെ ഡോക്യുമെൻസിനാണ് ഡിജിറ്റൈസ് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, പ്ലാൻ ചെയ്യും. ഇതെല്ലാം നമ്മുടെ ഡിജിറ്റൈസേഷൻ്റെ സ്റ്റെപ്സ് തന്നെയാണ്. സോ ദ ആൻസർ ഇസ് ഓൾ ഓഫ് ദി അബവ്. നെക്സ്റ്റ് വൺ, ഡേറ്റ സയൻസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ. ഓക്കെ, ഇതിനകത്തൊരു 11 പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 11 പോയിന്റ്സിനെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്,
പ്ലീസ് ബി പ്രിപ്പയർഡ്. ഷോർട്ട് നോട്ട്സ് എന്തിനെ പറ്റി വേണേലും കയറി വരാം. ഇപ്പോൾ അൽഗോറിതമിക് ട്രേഡിംഗ്, നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 3 തന്നിട്ടുള്ളൂ. റിസ്ക് അനലിറ്റിക്സ്, കസ്റ്റമർ ഡേറ്റ മാനേജ്മെന്റ്, കൺസ്യൂമർ അനലിറ്റിക്സ്. ഓൾ ഓഫ് ദി അബവ്. ഇത് നിങ്ങൾക്ക് അറിയാം. ദി ആൻസർ ഇസ് ഓൾ ഓഫ് ദി അബവ്. ഇത് 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡേറ്റ സയൻസും ഫൈനാൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ തരുന്നുണ്ട്. ആദ്യം റിസ്ക് അനലിറ്റിക്സ് തരുന്നുണ്ട്, റിയൽ ടൈം അനലിറ്റിക്സ് തരുന്നുണ്ട് അല്ലേ. റിയൽ ടൈം അനലിറ്റിക്സ് ഗൂഗിൾ, ഞാൻ പറഞ്ഞ നമ്മളെപ്പോഴും പറയും ഗൂഗിൾ 4 അനലിറ്റിക്സ് 4 പോലെ റിയൽ ടൈം നമുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് അറിയാൻ സാധിക്കും. റിയൽ ടൈം അനലിറ്റിക്സ് ഒരു സൈഡിലുണ്ട്, കസ്റ്റമർ ഡേറ്റ മാനേജ്മെന്റ് ഉണ്ട്, കൺസ്യൂമർ അനലിറ്റിക്സ് പഠിച്ചു, നമ്മൾ അൽഗോറിതമിക് ട്രേഡിംഗ് പഠിച്ചു. അൽഗോറിതമിക് ട്രേഡിംഗ് ഒക്കെ കഴിഞ്ഞ വട്ടം ചോദിച്ചിട്ടുണ്ട്. അൽഗോറിതമിക് ട്രേഡിംഗ് എന്താണ്? സിസ്റ്റം തന്നെത്താനെ ട്രേഡ് ചെയ്യുമ്പോൾ അൽഗോറിതമിക് ട്രേഡിംഗ്. പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് നമ്മൾ പഠിച്ചു, ഫ്രോഡ് ഡിറ്റക്ഷൻ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു 11 പോയിന്റ്സ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്ത് വേണമെങ്കിലും കയറി വരാം. അപ്പോൾ ഡേറ്റ സയൻസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഓൾ ഓഫ് ദി അബവ്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ്, അതേപോലെ തന്നെ ഈ ഒരു യൂണിറ്റിന് തൊട്ട് ഫസ്റ്റ് യൂണിറ്റിൽ വേറൊരു ചെറിയൊരു പോയിന്റ് എനിക്ക് എടുത്തു പറയാനുള്ളത് സ്കെപ്റ്റിസിസം റിഗാർഡിംഗ് ഡേറ്റ എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. സ്കെപ്റ്റിസിസം റിഗാർഡിംഗ് ഡേറ്റ. അത് അവിടെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ബിസിനസ് ഡേറ്റ അനലിറ്റിക്സിൽ പറയുമ്പോൾ നമ്മളിപ്പോൾ ബാക്കി SM പറ്റിയൊക്കെ പറയുന്ന പോലെ തന്നെ മക്കളെ ഈ ഡേറ്റ അനലിറ്റിക്സിനകത്തും ശരിക്കും പറഞ്ഞാൽ കുറച്ച് കീവേഡ്സ് കാര്യങ്ങളുണ്ട് വിച്ച് യു ഷുഡ് ആക്ച്വലി റിമെമ്പർ. നമ്മളിപ്പോൾ സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട വാക്കുകളിലൊന്നാണ് ഫാൾസ് പോസിറ്റീവ്സ് എന്നുള്ളത്. അപ്പം കാര്യം ഡേറ്റ കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ ആദ്യം എന്താണ് സ്കെപ്റ്റിസിസം എന്ന് എഴുതണം. സ്കെപ്റ്റിസിസം നമുക്ക് ഒരു പേടി ഉണ്ടായിരിക്കുമല്ലേ, എന്തെങ്കിലും മേ ബി സംതിങ് മൈറ്റ് ഗോ റോങ്. അപ്പം നമ്മളെപ്പോഴും പറയും ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന നമ്മൾ സിസ്റ്റത്തിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഡേറ്റയുടെ ക്വാളിറ്റിയിലാണ് നമ്മൾ നല്ല നല്ല ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കുന്ന, അതിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. നമ്മൾ സിസ്റ്റത്തിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ തെറ്റാണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 100 പകരം അവിടെ ഒരു 1000 ആയി പോയിട്ടുണ്ടെങ്കിൽ സിസ്റ്റം നമുക്ക് തിരിച്ചു തരാൻ പോകുന്ന ആ ഒരു ആൻസർ എന്ന് പറയുന്നത് അതുപോലെ തെറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് നമ്മൾ പറയും. അങ്ങോട്ട് കൊടുക്കുന്ന തെറ്റാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്ന ആൻസേഴ്സും അതുപോലെ തെറ്റായിരിക്കും. അപ്പോൾ അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു പാർട്ടാണ് സ്കെപ്റ്റിസിസം. സ്കെപ്റ്റിസിസം വേണോ? യെസ് ഇൻഡീഡ് സ്കെപ്റ്റിസിസം വേണം. ആ ഒരു ബാലൻസ് വേണം. നമ്മൾ സ്കെപ്റ്റിക് ആയിരിക്കണം, നമുക്കൊരു പേടി കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, എന്തെങ്കിലും നമ്മളുടെ പ്രശ്നം പറ്റാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു പേടി ഉണ്ടാവണം. പക്ഷേ അത് വലിയ അഡീഷണൽ കോസ്റ്റ് നമുക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം ആവാനും പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ എഴുതേണ്ട ഒരു പോയിന്റ് ആണ് എന്ത്? ഫാൾസ് പോസിറ്റീവ്സ്. ഫാൾസ് പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഫാൾസ് പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്രയേ ഉള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊറോണ വന്നു, നമ്മളെല്ലാം കോവിഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ അതിന് മേലെ എന്ത് എഴുതിയിട്ടുണ്ട്? ഇത്ര % ആക്യുറസി എന്ന് എഴുതിയിട്ടുണ്ട്. സംടൈംസ് ഇറ്റ്സ് 90%, ചില മെഷീൻസിന് 95% ആയിരിക്കാം, ചിലതിന് 99% ആയിരിക്കാം. അപ്പോൾ 1% ചാൻസ് എന്താണ്? ഇത് തെറ്റാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 100 പേര് ചെക്ക് ചെയ്താൽ 90 പേരുടെ ആയിരിക്കും ശരി, 10 പേരുടെ തെറ്റായിരിക്കാം. ഇനി ആ 100 എന്നുള്ളത് 1000 ആവുമ്പോൾ ഈ പറയുന്ന അതിൻ്റെയും 90% മാത്രം ശരി, 100 പേരുടെ അവിടെ തെറ്റിപ്പോയി. അപ്പോൾ ഡേറ്റയുടെ സൈസ് കൂടുന്നതനുസരിച്ച് ഫാൾസ് പോസിറ്റീവ്സ് എന്തായിക്കൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. അതും കൂടി നിങ്ങളൊന്ന് ഓർക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈമറി ബെനിഫിറ്റ് ഓഫ് ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ ഇസ്. ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് അവിടെ സ്പെസിഫിക് ആയിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ്. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഓരോന്നിനകത്തും കുറച്ച് കീവേഡ്സ് കാര്യങ്ങളുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ദ ഫസ്റ്റ് വൺ ഇസ് ദി എസ്റ്റിമേഷൻ ഓഫ് ദി പ്രോബബിലിറ്റി ഓഫ് എനി സർട്ടൺ ഒബ്സർവേഷൻ വിത്തിൻ എ സാമ്പിൾ സ്പേസ്. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ്റെ വിത്തിൻ എ സാമ്പിൾ സ്പേസ്, സെക്കൻഡ് വൺ വിത്തിൻ എ നോൺ സാമ്പിൾ സ്പേസ്, തേർഡ് വൺ വിത്തിൻ എ പോപ്പുലേഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ വിത്തൗട്ട് എ നോൺ സാമ്പിൾ സ്പേസ്. സോ നമ്മൾ ഓൾറെഡി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. അപ്പോൾ അതിനകത്ത് എന്താണ് ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഒരു പർട്ടിക്കുലർ സാമ്പിൾ സ്പേസിനകത്ത് ഒരു കാര്യം നടക്കാനുള്ള പ്രോബബിലിറ്റി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1, സർട്ടൺ ഒബ്സർവേഷൻ വിത്തിൻ ആ സാമ്പിൾ സ്പേസ്. സെക്കൻഡ്, ബൈനോമിയൽ. പേര് തന്നെ ഉണ്ട് ബൈ. ഓക്കെ, സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈസ് ടു ആട്രിബ്യൂട്ട്സ് that are categorized into 2 mutually exclusive and exhaustive clauses ആണോ, അതോ 3 ആണോ, അതോ ഇൻറ്റു ലെസ് ദാൻ 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ക്ലാസസ് ആണോ, അതോ 4 ആണോ? പേര് തന്നെയുണ്ട് ബൈ. അതിൻ്റെ ഡെഫിനേഷൻ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു, ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുകയാണെങ്കിൽ ബൈനോമിയൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ടോസ് എ കോയിൻ, ഹെഡ്സ് വരാം ടെയിൽസ് വരാം. അപ്പോൾ ഇതിനകത്ത് 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ക്ലാസസ്. ഇതിനപ്പുറത്തേക്ക് വേറൊരു ആൻസർ നമുക്ക് വരില്ല. ഇതിലേതിലും ഒരെണ്ണേ വരുള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ദ ഓപ്ഷൻ 1. Next one, the geometric distribution is a discrete distribution that assesses, first option, the probability of the occurrence of the first success ആണോ, second ആണോ, third ആണോ, or the probability of the occurrence of the less success. Okay,
അത് വായിക്കുമ്പോൾ തന്നെ ഡിസ്റിഗാർഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിക്കേ, ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? അതായത് നമ്മൾ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാനിപ്പോൾ ഒത്തിരി കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനകത്തുനിന്ന് ഓൾ ഇന്ത്യ റാങ്ക് മേടിക്കാൻ പോണ ഫസ്റ്റ് കുട്ടി വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, അതിൻ്റെ ചാൻസസ് എത്രയാണ്? സോ അതിനർത്ഥം എന്താ? ഫസ്റ്റ് സക്സസ് വരാനുള്ള ചാൻസ് ആണ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇതും the probability density function describes, simple ആണ്, exact same thing you will find in your study material. എന്താണ്? describes the characteristics of a random variable. ബാക്കിയുള്ളതൊക്കെ നോക്കിക്കേ, ഇത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് റാൻഡം വേരിയബിൾ, രണ്ട് നോൺ റാൻഡം അല്ല, അല്ലേ? ഓർ റാൻഡം കോൺസ്റ്റന്റ് ആണോ? നോ. നോൺ റാൻഡം കോൺസ്റ്റന്റ് ആണോ? നോ. ഇതൊക്കെ വളരെ ഈസിയാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് characteristics of a random variable. ഇനി when independent variables with standard normal distribution are squared, ആൻസർ തന്നെ ഉണ്ട്, സ്ക്വയർ ചെയ്തു. ഓക്കെ, നമ്മളുടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, പല പല വേരിയബിൾസിൻ്റെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ സ്ക്വയർ ചെയ്ത് അതിനെ കൂട്ടുകയാണ് എങ്കിൽ, 10 സ്ക്വയർ അല്ലെ 2 സ്ക്വയർ ചെയ്ത് കൂട്ടുകയാണ് എങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്? പേര് തന്നെ ഉണ്ട്, സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈ സ്ക്വയർ, അല്ലേ? സിമ്പിളാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കൈ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി the procedure that organizes data into a meaningful order to make it simpler to comprehend, analyze and visualize is called. Okay, data validation ആണോ, data sorting, data aggregation, data analysis. So question എന്താണ്? ഒരു മീനിങ്ഫുൾ ഓർഡറിലോട്ട് മാറ്റുക, അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ, അല്ല അനലൈസ് ചെയ്യാൻ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓർഡറിലോട്ട് മാറ്റുക. ഓർഡറിലോട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ വാലിഡേഷൻ അല്ല, വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വാല്യൂസ്, ഒരു സെറ്റ് ഓഫ് വാല്യൂസിന് ഉള്ളിൽ വരുന്ന വാല്യൂ ആണോ നമുക്ക് കിട്ടിയത് എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് വാലിഡേഷൻ, അല്ലേ? അപ്പോൾ ഇത് വാലിഡേഷൻ അല്ല. രണ്ട്, സോർട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു ഒരു പർട്ടിക്കുലർ ഓർഡറിലോട്ട് വരുത്തുക, അതാണ് സോർട്ടിങ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സോർട്ടിങ് ആണ്. സോർട്ടിങ്ങിനെ രണ്ട് രീതിയിൽ നമുക്ക് സോർട്ട് ചെയ്യാം. ഒന്നി നമുക്ക് വേണമെങ്കിൽ ആൽഫബറ്റിക്കലി സോർട്ട് ചെയ്യാം, അതല്ലേ നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ ദ വാല്യൂസിൻ്റെ ബേസിസിൽ നമുക്ക് സോർട്ട് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. സോ ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ഡേറ്റ സോർട്ടിങ്. ഇനി following is a widely used graph for data visualization. നമ്മൾ ആ ഒരു യൂണിറ്റിലോട്ട് വരുമ്പോൾ, നമ്മുടെ തേർഡ് യൂണിറ്റിലോട്ട് വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം DPA എന്താണ്, ഡേറ്റ വിഷ്വലൈസേഷൻ എന്താണ് എന്നുള്ള കാര്യം. ഡേറ്റ പ്രസൻറ്റേഷൻ ആർക്കിടെക്ചർ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരേണ്ട കാര്യം എന്താ? ഇറ്റ്സ് എ ബ്രോഡർ ടേം. ഓക്കെ, ബ്രോഡർ ടേം. ഡേറ്റാനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മുതൽ അതിൻ്റെ ഏത് ടൂൾ ഉപയോഗിച്ച് വിഷ്വലൈസേഷൻ ചെയ്യണം വരെ എൻഡ് ടു എൻഡ് എല്ലാ കാര്യങ്ങളും വരുന്നതിനെയാണ് നമ്മൾ ഡേറ്റ പ്രസൻറ്റേഷൻ ആർക്കിടെക്ചർ എന്ന് പറയാം. ആ പ്രസൻറ്റേഷൻ ആർക്കിടെക്ചറിനകത്ത് വരുന്ന ഒരു ചെറിയ പാർട്ട് മാത്രമാണ് എന്ത്? ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ DPA അത് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത്, നമ്മൾ ഡാഷ്ബോർഡ് എന്താണെന്ന് പഠിച്ചു. ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ ഇൻ്ററാക്റ്റീവ് ആണ് എന്നുള്ള കീവേഡ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് നമ്മൾ ഗ്രാഫ്സ് പഠിച്ചു. ഗ്രാഫ്സിനകത്ത് നമ്മൾ പല ടൈപ്പുകൾ പഠിച്ചു. അതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ള സാധനങ്ങൾ. അതിനകത്ത് നമ്മൾ പഠിച്ചാണ് ബാർ ചാർട്ട് പഠിച്ചു, ലൈൻ ചാർട്ട് പഠിച്ചു, പൈ ചാർട്ട് പഠിച്ചു, ഗാൻ ചാർട്ട് പഠിച്ചു, അല്ലേ? ഇപ്പോൾ പൈ ചാർട്ട്, ബാർ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, ഇത് മൂന്നും നമ്മൾ പഠിച്ചതാണ്, അല്ലേ? അപ്പം 3 ഗ്രാഫിനകത്ത് തന്നെ നമ്മൾ പഠിച്ചത്. സോ ദ ആൻസർ ഇസ് ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് വൺ, ഫോളോയിങ് ആർ ദി ഒബ്ജക്റ്റീവ് ഓഫ് ഡേറ്റ വിഷ്വലൈസേഷൻ: making a better data analysis, faster decision making, analyzing complicated data, all of the above. ഡേറ്റ വിഷ്വലൈസേഷൻ എന്തിനാ? ഡേറ്റാനെ 3 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? ഒന്ന്, ഡേറ്റാനെ ബെറ്റർ ആയിട്ട് അനലൈസ് ചെയ്യാൻ. രണ്ട്, നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ്, യു ക്യാൻ മേക്ക് ദ റൈറ്റ് ചോയ്സ്. അപ്പോൾ ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്. ഈവൻ കോംപ്ലിക്കേറ്റഡ് ഡേറ്റ ആണ് എങ്കിൽ ഇഫ് വി യൂസ് ഡേറ്റ വിഷ്വലൈസേഷൻ ടൂൾസ് ലൈക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റയുടെ അഗ്രിഗേറ്റ്, നമ്മളിപ്പോൾ എപ്പോഴും പറയാറുണ്ട് പിവറ്റ് ടേബിൾ എടുക്കാം, അല്ലെ? നമുക്ക് നമുക്ക് ഈ പറയുന്ന ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പണ്ടൊക്കെയാണ്, നമ്മൾ സ്കൂളിലൊക്കെ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? സ്കൂളിലൊക്കെ നമ്മളെ പ്രൊട്രാക്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കോമ്പസ് ഒക്കെ വെച്ച് പൈച്ചാട്ടൊക്കെ വരയ്ക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഇന്നത്തെ കാലത്തില്ല. വി ഹാവ് ടൂൾസ് ലൈക്ക് ക്ലിക്ക് വ്യൂ, അല്ലെങ്കിൽ വി ഡു ഹാവ് പവർ BI, വി ഹാവ് ടാബ്ലൂ, വി ഹാവ് മൈക്രോസോഫ്റ്റ് എക്സൽ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഫാസ്റ്റായിട്ട് ജസ്റ്റ് യു സെലക്ട് ദ ഡേറ്റ വട്ട് എവർ യു വോണ്ട് ടു ജസ്റ്റ് ബി പാർട്ട് ഓഫ് യുവർ വിഷ്വലൈസേഷൻ ആൻഡ് ദെൻ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്കതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടും. മാപ്പുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഇൻറ്ററാക്റ്റീവായിട്ട് നമുക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് പഠിച്ച പല കാര്യങ്ങളാണ്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ഡേറ്റാനെ അനലൈസ് ചെയ്യാനും ഡേറ്റ വിഷ്വലൈസേഷൻ ഹെൽപ്പ് ചെയ്യും. സോ ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ഓൾ ഓഫ് ദ അബവ്. മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഡേറ്റ വിഷ്വലൈസേഷൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ, സ്കോപ്പ് ഓഫ് DPA. അതിനകത്ത് നോക്കിക്കേ,
determining significant meaning, okay, required by each audience member in every scenario, obtaining the proper data. Third one, determining the needed frequency of data refresh. ഇതൊക്കെ നമ്മൾ പഠിച്ച അതിനകത്ത് ആകെ കൂടി റിഫ്രഷ് വരുമ്പോൾ മാത്രമായിരുന്നു നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് അതെന്താ എന്നുള്ളൊരു ഡൗട്ട് തോന്നുക. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾറെഡി സിമ്പിൾ ആയിട്ടുള്ള എന്തിനായിരുന്നു ഡേറ്റ പ്രസൻറ്റേഷൻ ആർക്കിടെക്ചർ മീനിങ്, അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ അർത്ഥം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. ഡേറ്റാനെ എന്താണ് പ്രോപ്പർ ഡേറ്റ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കാൻ നമ്മളെ സഹായിക്കും. ഫ്രീക്വൻസി ഓഫ് ഡേറ്റ റിഫ്രഷ്. സംടൈംസ് നമുക്ക് ഡേറ്റ വേണ്ടുന്നത് നമുക്ക് ഇന്നത്തെ ഡേറ്റ ചിലപ്പോൾ ഒക്കെ നമുക്ക് ഡെയിലി സെയിൽസ് ഡേറ്റ വേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് മന്ത്ലി വേണ്ടി വരത്തുള്ളായിരിക്കാം. ഇപ്പോൾ നമ്മുടെ സെയിൽസ് ടീമിന് ചിലപ്പോൾ വേണ്ടുന്നത് ഡെയിലി ഡേറ്റ ആയിരിക്കും ഓരോ ദിവസത്തേക്ക്. ചിലപ്പോൾ നമ്മൾ ഏരിയ മാനേജേഴ്സിന് വേണ്ടുന്നത് വീക്ക്ലി സെയിൽ സ്റ്റോർ പെർഫോമൻസ് ആയിരിക്കും വേണ്ടി വരിക. നമ്മൾ റീജിയണൽ മാനേജേഴ്സിന് ചിലപ്പോൾ വേണ്ടി വരിക മന്ത്ലി ആയിരിക്കാം വേണ്ടി വരിക. സിഇഒസിനൊക്കെ ചിലപ്പോൾ ക്വാർട്ടർലി ആയിരിക്കും അവർ ചെക്ക് ചെയ്യണേ. സോ ആ റിഫ്രഷ് എത്ര ഓഫൺ ഡേറ്റാനെ അപ്ഡേറ്റ് ചെയ്യണം, അതും ഡി പി യുടെ സ്കോപ്പിനകത്ത് വരുന്നൊരു കാര്യമാണ്. സോ ദ ആൻസർ ഹിയർ ഇസ് ഓൾ ഓഫ് ദി എബവ്. അടുത്ത മാപ്സ്. മാപ്പ് നോക്കണം. അതേപോലെ തന്നെ മാപ്പ് ഉണ്ട്, പിന്നെ ഡെൻസിറ്റി മാപ്പ് ഉണ്ട്. രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാപ്സ് എന്തിനാണ്? ഓക്കെ, മാപ്സ് മേ ബി യൂസ് ഫോർ ഡിസ്പ്ലേയിങ്. എന്തിന്? പിൻകോഡ്, കൺട്രി നെയിം, സ്റ്റേറ്റ് അബ്രിവേഷൻ ഓർ ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മാപ്പിനെ പറ്റി പറഞ്ഞപ്പം എല്ലാത്തിനെ പറ്റിയും ഷോർട്ട് നോട്ട്സ് എഴുതാൻ പ്രിപ്പയർ ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മാപ്പിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് കാണിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാം? മാപ്പ് ഉപയോഗിക്കാം. ആൻഡ് അത് ഓവർലാപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ ദാറ്റ്സ് വെയർ ഡെൻസിറ്റി മാപ്സ് കംസ് ഇൻ ടു പിക്ചർ. സോ മാപ്സ് എന്തിനൊക്കെ യൂസ് ചെയ്യാം? ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, സോ പിൻ കോഡ്, കൺട്രി നെയിം, എല്ലാത്തിനും അല്ലേ? ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ്, സ്കാറ്റർ പ്ലോട്ട്. സ്കാറ്റർ പ്ലോട്ട് displays several unique data points, single graph on 2 different graph, in 4 different graph, none of the above. വളരെ ഈസിയാണ്. സിംഗിൾ ഗ്രാഫ്, ഒറ്റ ഗ്രാഫിൽ തന്നെയാണ് പല 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 ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തത്? സ്കാറ്റർ പ്ലോട്ട് നമ്മൾ വരച്ചത്. നെക്സ്റ്റ് വൺ, a dash chart depicts tasks that must be accomplished before others may begin, as well as the allocation of resources. ബബിൾ ചാർട്ട് ആണോ, ഗാൻറ്റ് ആണോ, സ്കാറ്റർ ആണോ, ഡെൻസിറ്റി ആണോ? ഡെൻസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. സ്കാറ്റർ പ്ലോട്ടിൽ നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ മാപ്പിൽ തന്നെ ഒരു സിംഗിൾ പ്ലോട്ടിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഡേറ്റ പോയിന്റ്സിനെ കാണിക്കുമ്പോൾ. ഇനി ബബിൾ ചാർട്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ ഓർത്ത് നോക്കിക്കേ. നമ്മൾ ബബിൾ ചാർട്ടിൽ എന്തായിരുന്നു നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾ എന്തായിരുന്നു? ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റ പ്രോഗ്രാമർ എന്ന് പറയുന്ന പ്രൊഫഷനിലോട്ട് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ പ്രോഗ്രാമേഴ്സ് ഏത് പർട്ടിക്കുലർ പ്രൊഫഷനിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളതായിരുന്നു നമ്മൾ ഏതിൽ? ബബിൾ ചാർട്ടിൽ. അതിനനുസരിച്ച് നമ്മൾ ബബിൾ ചാർട്ട്സ് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഏറ്റവും അധികം ആളുകൾ ഏതിൽ നിന്നാണോ വരുന്നത് അത്രയും വലിപ്പം ഉള്ളതായിരിക്കും ആ പർട്ടിക്കുലർ പറയുന്ന കാര്യത്തിൻ്റെ ബബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം തീർന്നിട്ട് അടുത്ത കാര്യം ടൈം സീരീസുമായി ബന്ധപ്പെട്ടൊന്നും ബബിൾ ചാർട്ടിലും അല്ല. ടൈം സീരീസ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഏതിലാണ് പഠിച്ചത്? ഗാൻറ്റ് ചാർട്ട്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഗാൻറ്റ് ചാർട്ട്. Next one, dash is a set of skills that aims to identify, find, modify, format and present data in a manner that ideally conveys meaning and provides insight. Okay, ഇതൊരു സെറ്റ് ഓഫ് സ്കില്ലാണ്. ഓക്കെ, ഇതെന്തിനൊക്കെ സഹായിക്കും? ഇവിടെയാണ് മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഏതൊക്കെ ഡേറ്റയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ കണ്ടുപിടിക്കുക, അതിനെ മോഡിഫൈ ചെയ്യുക, ഫോർമാറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, പ്രസൻറ്റ് ചെയ്യുക, ഫൈനലി പ്രസൻറ്റ് ചെയ്യുക. ഈ പ്രസൻറ്റ് ചെയ്യുന്ന പാർട്ട് മാത്രമാണ് ഡേറ്റ വിഷ്വലൈസേഷൻ. അപ്പോൾ അത് ഡേറ്റ വിഷ്വലൈസേഷൻ അല്ല. ഡേറ്റ പ്രസൻറ്റേഷൻ ഹയറാർക്കിയാണോ? അല്ല. ഡേറ്റ പ്രസൻറ്റേഷൻ ആർക്കിടെക്ചർ, DPA. ഇതാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. ഡേറ്റ പ്രസൻറ്റേഷൻ ആർക്കിടെക്ചറിൽ വരുന്ന വെറും ഒരു ചെറിയ സ്കിൽ സെറ്റ്, ഒരു ചെറിയ കാര്യം മാത്രമാണ് എന്ത്? ഡേറ്റ വിഷ്വലൈസേഷൻ. ഡേറ്റ പ്രസൻറ്റേഷൻ ആർക്കിടെക്ചർ ഇസ് എ മച്ച് ബ്രോഡർ ടേം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഡേറ്റ ഡിസ്കവറി പ്ലാറ്റ്ഫോം? Okay, this is the keyword here, data discovery platform. നമുക്ക് that enables users to make quicker, more informed choices by speeding analytics, uncovering new business insights and enhancing the precision of outcomes. Okay, data discovery platform. മൈക്രോസോഫ്റ്റ് എക്സൽ ആണോ, പവർ BI ആണോ, ക്ലിക്ക് വ്യൂ ആണോ, ടാബ്ലൂ ആണോ? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നമ്മളിത് ക്ലാസ്സിൽ നമ്മളെപ്പോഴും പറഞ്ഞായിരുന്നു, നമ്മൾ എക്സൽ പഠിച്ചപ്പോൾ അല്ലെ BI പഠിച്ചപ്പോൾ അല്ലെ ടാബ്ലൂ പഠിച്ചപ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യം, അതെല്ലാം തന്നെ ഇറ്റ് ഈസ് എ ഡേറ്റ വിഷ്വലൈസേഷൻ ടൂൾ എന്നായിരുന്നു അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഡേറ്റ വിഷ്വലൈസേഷൻ ടൂൾ. ഡേറ്റ ഡിസ്കവറി പ്ലാറ്റ്ഫോം എന്ന് ഒന്നിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് ക്ലിക്ക് വ്യൂ. ഓക്കെ, ക്ലിക്ക് വ്യൂ എന്താണ്? അതായത്
നമുക്ക് ഡേറ്റ ഡിസ്കവറി പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മുടെ അനലിറ്റിക്സിനെയൊക്കെ സഹായിച്ച് നമുക്ക് എന്തെങ്കിലും ബിസിനസ് ഇൻസൈറ്റ്സ് എന്തെങ്കിലും ഉണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഡേറ്റ ഡിസ്കവറി പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താ? ക്ലിക്ക് വ്യൂ. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഓർ ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ്? ഡേറ്റ അനലിറ്റിക്സ് എന്തിനൊക്കെ വേണ്ടിയിട്ടാ? ഓക്കെ, ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുമോ? ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി, ഓപ്പറേഷൻസിനെ സഹായിക്കുമോ? സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ബെറ്റർ സർവീസ് കൊടുക്കാൻ സഹായിക്കുമോ? ഡേറ്റ അനലിറ്റിക്സ് എന്തിനാ? ഓൾ ഓഫ് ദി അബവ്. എന്തിനാ? ഒബ്വിയസ്ലി ദ ആൻസർ ഇസ് ഓൾ ഓഫ് ദി അബവ്. ബട്ട് ഇവിടെ എന്താണെന്ന് മനസ്സിലാക്കണം. ഡേറ്റ അനലിറ്റിക്സ്, ഓക്കെ, ഡേറ്റ അനലിറ്റിക്സ് ഉണ്ട് എങ്കിൽ നമുക്ക് ഡേറ്റ അനലിറ്റിക്സിനകത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു എസ്ഐ വരാനും ചാൻസസ് ഉള്ള ഒരു സാധനമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ് നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. പ്രിസ്ക്രിപ്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് ദെൻ നമ്മൾ പഠിച്ചത് ഏതാണ്? പ്രഡിക്റ്റീവ്. 4 അപ്പോൾ ഈ 4 ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഈ 4 നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടൂൾസ് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കുക. പിന്നെ അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവിൻ്റെ സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിനും ഡയറക്റ്റായിട്ട് സ്റ്റെപ്സ് എഴുതി വെച്ചിട്ടില്ല. ഹൗവെവർ നമുക്കൊരു ഐഡിയ കിട്ടും ആ ഒരു വായിച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക, ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ചോദ്യം എന്താണ്? ഡേറ്റ അനലിറ്റിക്സ് എന്തിനാ? അനലിറ്റിക്സ് ഉണ്ട് എങ്കിൽ നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ നമുക്ക് കറക്റ്റായിട്ട് ഓക്കെ പ്രൊഡിക്റ്റീവ് അനലിറ്റിക്സ് ഉപയോഗിച്ചാൽ ഇനി എന്താ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇത് നടന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. സോ തീരുമാനങ്ങൾ അക്കോർഡിംഗ്ലി എടുക്കാൻ നമ്മളെ സഹായിക്കും. ഒബ്വിയസ്ലി അത് കറക്റ്റാണ്. ഓപ്പറേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാം. യെസ്, നമ്മുടെ ഓപ്പറേഷൻസ് മര്യാദയ്ക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇങ്ങനൊരു പ്രശ്നം നമ്മളുടെ അതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, അങ്ങനെ ഒരു ഇഷ്യൂ നമുക്കുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് നല്ല അനലിറ്റിക്സ് ഉണ്ട്. വി ഡു ഹാവ് എ സ്ട്രോങ് അനലിറ്റിക്സ് ഇൻ പ്ലേസ്. വി ആർ ടേക്കിംഗ് റിയലി ഗുഡ് ഇൻഫോംഡ് ഡിസിഷൻസ്. ദെൻ ദാറ്റ് ഒബ്വിയസ്ലി മീൻസ് യു ആർ ഗോയിങ് ടു ജനറേറ്റ് വാല്യൂ. നിങ്ങൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒബ്വിയസ്ലി ഹാപ്പി ആയിരിക്കും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഷെയർ ഹോൾഡേഴ്സ് ഹാപ്പി ആയിരിക്കും. എന്തുകൊണ്ട്? ബിക്കോസ് ദേ വിൽ ഗെറ്റ് മോർ പ്രോഫിറ്റ്. ഇനി അതേ സമയത്ത് നമ്മളുടെ നല്ല ഡേറ്റ അനലിറ്റിക്സ് ഉണ്ട്, നമ്മുടെ കമ്പനി നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, നമ്മുടെ സപ്ലയേഴ്സ് വിൽ ബി ഹാപ്പി. ബിക്കോസ് നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടുന്ന സാധനങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സപ്ലയേഴ്സിൻ്റെ ഇത് കൂടുതൽ പർച്ചേസ് ചെയ്യും. കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരിക്കും ബിക്കോസ് വി നോ വാട്ട് ദേ വോണ്ട്. അവർക്ക് വേണ്ടുന്ന സാധനങ്ങളായിരിക്കും നമ്മൾ മാനുഫാക്ചർ ചെയ്ത് അവർക്ക് കൊടുക്കുന്നത്. സോ അവിടെ നിന്ന് കൂടും. ആൻഡ് ഒബ്വിയസ്ലി വെൻ യുവർ കമ്പനി ഈസ് പെർഫോമിംഗ് റിയലി വെൽ, എല്ലാം കൊണ്ടും നല്ല രീതിയിലാണ്, യു വിൽ ബി മോട്ടിവേറ്റഡ് ടു വർക്ക് ഫോർ ദാറ്റ് കമ്പനി. സ്റ്റാഫ് ആണെങ്കിലും വളരെ ഹാപ്പി ആയിരിക്കും. സോ ഓൾ ഓഫ് ദി അബവ്. ഇനി ഡേറ്റ മൈനിങ്ങിൻ്റെ ടെക്നിക്ക്, ഓക്കെ, അതിനകത്തോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ ഐ വുഡ് ഓൾസോ ജസ്റ്റ് വോണ്ടഡ് ടു റിഫ്രഷ്. നമ്മൾ 4 ടൈപ്സ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ് പഠിച്ചു. ഡിസ്ക്രിപ്റ്റീവ്, ആദ്യം ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്രഡിക്റ്റീവ് ആൻഡ് ലാസ്റ്റ് വൺ പ്രിസ്ക്രിപ്റ്റീവ്. ആദ്യത്തത് ഡിസ്ക്രിപ്റ്റീവ്, വാട്ട് ഹാപ്പൻഡ്, ഹിസ്റ്ററിക്കൽ ഡേറ്റ ആണ് ഡിസ്ക്രിപ്റ്റീവിൽ സംസാരിക്കുക. എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ഡിസ്ക്രിപ്റ്റീവ്. അതിൻ്റെ പ്രശ്നം എന്താണ്? അത് വളരെ സർഫസ് ലെവലാണ്. അതിനകത്ത് ഒരു കൺക്ലൂഷനോ കാര്യങ്ങളോ വരയ്ക്കാൻ പോകുന്നില്ല. നമ്മൾ എന്താണ് നടന്നതെന്നുള്ള ജസ്റ്റ് ഓക്കെ സെയിൽസ് ഇത്ര മാത്രമാണ്, അല്ല ഇതാണ് നടന്നത് അത്ര മാത്രം വരുന്ന ഡിസ്ക്രിപ്റ്റീവ്. നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇത് ജസ്റ്റ് ഒരു, ഞാൻ എപ്പോഴും പറയുന്നത് എന്താ, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണ്, ഡോക്ടറിനെ കാണാൻ പോവുകയാണ്. ആദ്യം ഡോക്ടറെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ഓക്കെ നമ്മൾ പറയും ഇതൊക്കെയാണ് നമ്മളുടെ അവസ്ഥ എന്നുള്ളത് പറയും. അത് ഡിസ്ക്രിപ്റ്റീവ്. ഇപ്പോൾ ഡോക്ടർ നമ്മൾ ഡയഗ്നോസ് ചെയ്യും, ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇമ്മ്യൂണിറ്റിക്ക് കുഴപ്പമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഡോക്ടർ പറയും. വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ, നിങ്ങൾ മഴ നനഞ്ഞു അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് ഡയഗ്നോസ്റ്റിക്. നെക്സ്റ്റ് എന്താണ്? പ്രഡിക്റ്റീവ്. ഇനിയും നിങ്ങൾ ഈ ഹെൽത്ത് ഇഷ്യൂ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നാളെ ഇതൊരു മാരക പ്രശ്നമായി മാറാം എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് പ്രഡിക്റ്റീവായി മാറി. ഇനി അതല്ല, ഇനി അവസാനം പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്നും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്നത് നിങ്ങൾ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കണം, നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ സെറ്റായിരിക്കും, പ്രശ്നമൊന്നുമില്ല, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. അതെന്തായി മാറി? ദാറ്റ് ഈസ് പ്രിസ്ക്രിപ്റ്റീവ്. അപ്പോൾ ഈ പറഞ്ഞ 4 നിങ്ങൾ ഇതിൻ്റെ ഡിഫറൻസ് എഴുതുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരാൻ പറ്റുന്ന ഒരു കാര്യം, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ്. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മളല്ലേ പറയണേ ഡോക്ടർ എനിക്ക് പനിയുണ്ട്, തലവേദനയുണ്ട്, ദാറ്റ് ഇസ് മൈ പ്രോബ്ലം. അത് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം, ദാറ്റ് ഇസ് ഡിസ്ക്രിപ്റ്റീവ്. ഏറ്റവും എളുപ്പം ഏതാ? ഡിസ്ക്രിപ്റ്റീവ്. ഇനി ഡോക്ടർ നമുക്ക് തിരിച്ചെഴുതി തരില്ലേ പ്രിസ്ക്രിപ്റ്റീവ്. അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അത് ആർക്കെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി പറ്റില്ല. അത് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഔട്ട് ഓഫ് ഓൾ 4 ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് അനലിറ്റിക്സ് ഏതാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ വി ഓൾവേസ് സേ ദാറ്റ് ഇസ് പ്രിസ്ക്രിപ്റ്റീവ്. കാര്യം അത് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്കാണ് ചെയ്യാൻ പറ്റുന്നത്. സോ അതാണ് പ്രിസ്ക്രിപ്റ്റീവ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 തമ്മിൽ ഉള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ അതിനകത്ത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പാർട്ട് സ്റ്റഡി മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഒന്ന് ഓർഡർ മാറി കിടപ്പുണ്ട്. നിങ്ങൾ പ്രിസ്ക്രിപ്റ്റീവിനകത്താണ് തന്നിട്ടുള്ളത്, ബട്ട് ആക്ച്വലി അത് പ്രൊഡിക്റ്റീവിനകത്ത് വരേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് മാറി കിടപ്പുണ്ട്. എന്താണ്? പ്രഡിക്റ്റീവ് അനലിറ്റിക്സും മെഷീൻ ലേണിങ്ങും തമ്മിലുള്ളൊരു കമ്പാരിസൺ അതിൽ കൊടുത്തിട്ടുണ്ട്. പ്രഡിക്റ്റീവ് എന്ന് പറയുന്നത് ഭാവിനെ പറ്റി പ്രൊഡിക്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇനി പക്ഷേ മെഷീൻ ലേണിംഗ് അതാണോ? മെഷീൻ ലേണിംഗ് അതല്ല.
മെഷീൻ ലേണിംഗ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് അല്ലേ. അതായത് നമ്മൾ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യുകയാണ് മെഷീൻ ലേണിങ്ങിനകത്ത്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ ഉണ്ടാക്കുന്നതിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ലെവൽ ചിന്തിക്കാൻ കഴിവുള്ള, നമ്മുടെ മനുഷ്യന്മാരുടെ കൂട്ട് ചിന്തിക്കാൻ കഴിവുള്ള സിസ്റ്റത്തിനെ ഉണ്ടാക്കുന്നതിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിനകത്ത് വരുന്നതാണ് എന്ത്, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ ലേണിംഗ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യും. അത് സൂപ്പർവൈസ്ഡ് ട്രെയിനിങ് ആവാം. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കും. അൺസൂപ്പർവൈസ്ഡ് ആണെങ്കിൽ പറഞ്ഞു കൊടുക്കില്ല. സോ അതിന് പ്രഡിക്റ്റീവും എന്താണ്, രണ്ടും രണ്ടാണ്. ഇനി അടുത്ത് എന്താന്ന് നോക്കിക്കേ, XML-ഉം XBRL-ഉം രണ്ടും ഈസിയാണ്. XML എന്ന് പറയുന്നത് ഇസ് ദി അബ്രിവേറ്റഡ് ഫോം ഓഫ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണോ, എക്സ്റ്റെൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ് ആണോ, എക്സ്റ്റെൻഡബിൾ ആണോ, എക്സ്റ്റെൻസീവ് ആണോ? XML-ന്റെ അബ്രിവേഷൻ തന്നെ നമുക്കറിയാം, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. XBRL-ന്റെ എക്സ്റ്റെൻസിബിൾ ബിസിനസ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ് ആണ്. രണ്ടും എളുപ്പമാണ്, രണ്ടും SIBLE സിബിൾ, എക്സ്റ്റെൻസിബിൾ. ഇപ്പോൾ XML XBRL എന്താണെന്നുള്ളത് ക്വിക്ക്ലി പറയുകയാണ്. XML നമ്മൾ സ്കൂളിൽ ഇങ്ങനെ HTML ടാഗ്സ് ഉപയോഗിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് ഓക്കെ ഇങ്ങനെ ടാഗ്, എന്നിട്ട് നമ്മൾ ഈ ടാഗിനെ നമ്മൾ ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനകത്തുള്ള നമ്മൾ ഓരോ ഫ്രണ്ട്സിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ ടാഗുകളായി നമ്മൾ കൊടുക്കും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, XML. ഇതൊരു ടെക്സ്റ്റ് ഫോർമാറ്റ് ആണ്. ദിസ് ഇസ് എ ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റ്. XML is a file format. At the same time, രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്, XML. ഇനി XBRL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ XML ഓർക്കണം, അതുപോലെ തന്നെ യൂണിക്കോഡ് നമ്മൾ ടാഗുകളായി സേവ് ചെയ്യും. XBRL എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്റ്റെൻസിബിൾ ബിസിനസ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഓർത്തിരിക്കണം. സംടൈംസ് ഈ പറയുന്ന പല കമ്പനീസും യൂസ് ചെയ്യുന്ന ചില ടേംസ് വ്യത്യസ്തമായിരിക്കാം. ഇപ്പം ഞാൻ ചിലപ്പോൾ റവന്യൂ എന്നായിരിക്കും പറയുക, വേറൊരാൾ ചിലപ്പോൾ അതിന് ഇൻകം എന്നായിരിക്കും പറയുക. അപ്പോൾ നമ്മൾ ഒരേ ലേബലിൽ ഒരേ ടാഗുകൾ ഉപയോഗിച്ച് നമ്മൾ ഒരു പർട്ടിക്കുലർ ടേമാണ് ഒറ്റ ടാഗിനെ മൊത്തത്തിൽ ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എക്സ്റ്റെൻസിബിൾ ബിസിനസ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ്, XBRL. നെക്സ്റ്റ് വൺ എന്താ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? പ്രൈവറ്റ് ആണോ, പബ്ലിക് ആണോ, ഹൈബ്രിഡ് ആണോ, ഓൾ ഓഫ് ദി ആണോ? സിമ്പിൾ അല്ലേ, വളരെ സിമ്പിളാണ്. നമ്മളുടെ സ്വന്തമായി പ്രിമൈസസിൽ പണ്ടാണ് നമുക്ക് ഹ്യൂജ് ഡേറ്റാ സെൻറ്റേഴ്സ് വേണമായിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ഷോർട്ട് നോട്ട്സ് ചോദിക്കാം, മെസ്സേജ് ചോദിക്കാം. പണ്ടൊക്കെ നമുക്ക് നമ്മളുടെ സ്വന്തം പ്രിമൈസസിൽ ഹ്യൂജ് ഡേറ്റാ സെൻറ്റേഴ്സ് വേണമായിരുന്നു. പക്ഷേ നമുക്കിന്ന് അതിൻ്റെ ആവശ്യമില്ല. നമുക്കിന്ന് എന്തുണ്ട്, ക്ലൗഡ് ഉണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം പ്ലേസിൽ ഒന്നുകിൽ നമ്മുടെ സ്വന്തം പ്ലേസിൽ വെക്കാം, ഇതല്ല എങ്കിൽ വെൻഡറിൻ്റെ സ്ഥലത്ത് വേണമെങ്കിലും പ്രിമൈസസിൽ വേണമെങ്കിലും വെക്കാം. അത് പ്രൈവറ്റ് ക്ലൗഡായി മാറി. നമ്മൾ മാത്രമേ ആ ക്ലൗഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ക്ലൗഡായി മാറി. ഇനി അത് പബ്ലിക് ക്ലൗഡ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, അത് പബ്ലിക് ക്ലൗഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പേ ആസ് യു ഗോ ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കുന്നത്. സെക്യൂരിറ്റി ഉണ്ട്, പക്ഷേ പ്രൈവറ്റ് ക്ലൗഡിനാണ് ഏറ്റവും സെക്യൂരിറ്റി നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുക. ഇനി ഹൈബ്രിഡ് ക്ലൗഡ്, അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സെൻസിറ്റീവ് ഇൻഫർമേഷനെ നമ്മൾ പ്രൈവറ്റ് ക്ലൗഡിൽ നമ്മൾ സേവ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നത് ഉപയോഗിച്ചിട്ടായിരിക്കും, പബ്ലിക് ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്പ് വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യുകയാണ് എങ്കിൽ അത് ഹൈബ്രിഡ് ക്ലൗഡായി മാറി. സോ ഇത് നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം. നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ ജോലി സ്ഥലത്തോട്ട് പോവാം, അപ്പോൾ അത് പ്രൈവറ്റ് ക്ലൗഡ്. വാടകയ്ക്കാണ് പോകുന്നതെങ്കിൽ പബ്ലിക് ക്ലൗഡ്. പാതി വഴി വരെ ഞാൻ എൻ്റെ സ്വന്തം വണ്ടി പോയി റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തു, അവിടുന്ന് ട്രെയിൻ കയറിപ്പോയി, അപ്പോൾ അതെന്തായി മാറി, ഹൈബ്രിഡ് ക്ലൗഡായി മാറി. നെക്സ്റ്റ് വൺ എന്താ, ഓൺ ദ ബേസിസ് ഓഫ് ദി ടൈപ്പ് ഓഫ് സിഗ്നൽ ഓഫ് ഫീഡ്ബാക്ക് പ്രൊവൈഡഡ് ടു ദി ലേണിംഗ് സിസ്റ്റം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ്? സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, സെമി സൂപ്പർവൈസ്ഡ്, റോബോട്ടിക് പ്രോസസ്. ഇതേതാ? നമ്മൾ RPAയും പഠിച്ചിട്ടുണ്ട്, ഇനി ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ? ഓക്കെ, നമ്മളപ്പോൾ അത് ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മളെന്ന് മനസ്സിലാക്കണം, നമ്മൾ എന്തൊക്കെയാണ് സൂപ്പർവൈസ്ഡ് ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സോറി, മെഷീൻ ലേണിങ്ങിനകത്ത് എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? മെഷീൻ ലേണിങ്ങിൽ സൂപ്പർവൈസ്ഡ് പഠിച്ചു, അൺസൂപ്പർവൈസ്ഡ് പഠിച്ചു, അൺസൂപ്പർവൈസ്ഡ് പഠിച്ചു, സെമി സൂപ്പർവൈസ്ഡ് പഠിച്ചു, ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ പഠിച്ചു, ഒന്നുകൂടി പഠിച്ചു, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ചില സമയത്ത് നമ്മൾ എന്തായി പോകും, നമ്മൾ ബ്ലാക്ക് ഔട്ടായി പോകും. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്? സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ പഠിച്ചു, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോന്നും എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം.
അതിന് ഉപയോഗിക്കുന്ന ടെക്നീക്സ് എന്തൊക്കെയാണ് അപ്രോച്ചസ്, എന്തൊക്കെയാണ്, കുറേ കാര്യങ്ങളുണ്ട്. ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റിഗ്രഷൻ ഉണ്ട്, ഏതിനാണ് നമുക്ക് ഗ്രൂപ്പിംഗ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏതിനാണ് ക്ലസ്റ്ററിങ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം. സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിന് എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കും ഇതാണ് ഇന്നതാണ് കാര്യം എന്ന്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ കാണിക്കുന്ന ഒരു എക്സാമ്പിൾ, നമ്മളുടെ എന്നെ വളരെ സിമ്പിളായിട്ട് ആനയുടെയും ആടിൻ്റെയും ഒക്കെ എക്സാമ്പിൾ കാണിക്കാറുണ്ട്. ട്രെയിനിങ് ഡേറ്റ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കും ഇതെന്താണ്, ആടാണ്, ഇത് ആനയാണ്. അപ്പോൾ അത് നമ്മൾ സിസ്റ്റത്തിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും, ഓവർ ദ ടൈം ഇത് പഠിച്ച് ഓവർനൈറ്റ് നടക്കുന്ന കാര്യമല്ല, ടേക്സ് ടൈം. സിസ്റ്റം എന്ത് ചെയ്യും, പിന്നെ ഈ പടം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് അറിയാം, പടം കണ്ടാൽ സിസ്റ്റത്തിന് അറിയാം ഇത് ആനയാണ്, ഇതൊരു പടം കണ്ടാൽ അറിയാം ഇത് ആടാണ് എന്ന് മനസ്സിലാക്കാനുള്ള എബിലിറ്റി സിസ്റ്റത്തിന് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് നമ്മൾ പറയാം. ഇനി അൺസൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളിത് പഠിപ്പിച്ച് കൊടുക്കൂല, സിസ്റ്റം തന്നെ പഠിക്കും. അവിടെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതേണ്ട 2 പോയിന്റ് എന്താ, സിസ്റ്റം എങ്ങനെയാ തന്നെ പഠിക്കുക, ഓൺ ദ ബേസിസ് ഓഫ് a similarity, on the basis of a presence of a similarity or on the basis of an absence of a similarity. ആനയാണെങ്കിൽ കൊമ്പുണ്ടാവില്ലേ, അപ്പോൾ കൊമ്പുണ്ടാവില്ല. ക്യാമലാണെങ്കിൽ ആ ഒരു ബാക്ക് ഉണ്ടാവില്ലേ, ഇങ്ങനെ ഇരിക്കുന്ന സാധനം അതുണ്ടാവില്ല. ഇല്ല, അപ്പോൾ ഒന്നെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ ഇത് ക്യാമലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടതാ, ഇനി അതില്ല, അപ്പോൾ ഇത് ക്യാമലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടതാ അല്ല, ബാക്കിയുള്ള ഓപ്ഷനിൽ ഏതോ ഒന്നിൻ്റെയാണ്, അങ്ങനെ പറയാൻ പറ്റും. അതെന്താണ്, അൺസൂപ്പർവൈസ്ഡ്. ഇപ്പോൾ എഴുതേണ്ട കാര്യം എന്താ, ഓൺ ദ ബേസിസ് ഓഫ് എ സിമിലാരിറ്റി ഓർ ഓൺ ദി ആബ്സെൻസ് ഓഫ് എ സിമിലാരിറ്റി. സെമി സൂപ്പർവൈസ്ഡ് എന്ന് പറയുമ്പോൾ ഈ 2 ചേട്ടന്മാരുടെ കോമ്പിനേഷൻ വരുമ്പോൾ എന്തായി മാറി, സെമി സൂപ്പർവൈസ്ഡ് ആയി മാറി. കുറച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും, കുറച്ച് എന്ത് ചെയ്യണം, തന്നെ പഠിക്കണം. ഇനി അടുത്തത് എന്താ, ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ. ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു 3Dനെ നമ്മൾ 2D ആക്കി മാറ്റുക. വലിയ നോർമൽ സ്പേസ് എടുക്കുന്ന ഒരു സാധനത്തിനെ ഒന്നുകിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ വെട്ടി ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം റീറ്റെയിൻ ചെയ്യുക, അല്ലെ ഫീച്ചേഴ്സിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ആവശ്യമുള്ള ഫീച്ചേഴ്സിനെ മാത്രം വെക്കുക, സൈസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക, ബട്ട് നോട്ട് ബൈ കോംപ്രമൈസിങ് ദ ക്വാളിറ്റി ഓഫ് ദ ഡേറ്റയുടെ ക്വാളിറ്റിനെ കോംപ്രമൈസ് ചെയ്യല്ലോ കേട്ടോ. അപ്പോൾ അതാണ് ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ. ഓക്കെ, ഡൈമെൻഷൻസിനെ കുറച്ച് കൊണ്ടുവരിക. ലാസ്റ്റ് വൺ, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾക്ക് അച്ഛനും അമ്മയൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്കൊരു അടിയൊക്കെ തരുമായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ ഒക്കെ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പൂജക്കുട്ടികളെയൊക്കെ പഠിപ്പിക്കണേ, നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു ചോക്ലേറ്റ്, അല്ലെങ്കിൽ ഒരു ട്രീറ്റ് കൊടുക്കും, തെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അടി കൊടുക്കും, അല്ലേ? അതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് പ്രിഡിക്ഷൻസ് ഒക്കെ വരുത്തുമ്പോൾ സിസ്റ്റത്തിന് നമ്മൾ എന്ത് കൊടുക്കും, നമ്മൾ റിവാർഡ്സ് കൊടുക്കും. എന്നിട്ട് തെറ്റാണ് എങ്കിലും അവരെന്ത് ചെയ്യും, ചെറിയ പണിഷ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് പോയിന്റ്സ് ഇങ്ങനെ നമ്മൾ കുറച്ച് കൊടുക്കുക, ആ മോഡലിന്റെ പോയിന്റ്സ് കുറച്ച് കൊടുക്കുക. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഈ 5 ടൈപ്സ് ആണ് നമ്മൾ എന്ത് പഠിച്ചത്, മെഷീൻ ലേണിംഗിന്റെ ടൈപ്പിൽ പഠിച്ചത്. അപ്പോൾ ഈ RPA അതിൻ്റെ ടൈപ്പാണോ? അല്ല, അതായിരുന്നു ചോദ്യം. വിച്ച് വൺ ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ്? RPA. അപ്പോൾ കമ്മിങ് ടു RPA, എന്താണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ? RPAs എന്ന് പറയുമ്പോൾ എന്താണ്, ബോട്ട്സ് ആണ്, അല്ലേ? അപ്പോൾ ആ ബോട്ടിനെ പറ്റി പഠിക്കുമ്പോൾ 1-2 കാര്യം. ഒന്ന്, എന്താണ് ചാറ്റ് ബോട്ട്? റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ, പ്രൊഡക്ടിവിറ്റി വളരെയധികം ഇൻക്രീസ് ചെയ്യും, സ്കെയിലബിൾ ആണ്. ഓക്കെ, നമുക്ക് എറേഴ്സ് ഉണ്ടാവില്ല. മനുഷ്യന്മാർ ഒരേ കാര്യം തന്നെ നമ്മളുടെ അടുത്ത് ഇപ്പോൾ പറയാം, ഒരു ദിവസം ഫുള്ള് കുത്തിയിരുന്ന് ഒരു 20,000 50,000 ഇമെയിൽസ് ഉള്ളതിൽ ഏതൊക്കെയാണ് സ്പാം, ഏതൊക്കെയാണ് ഇൻബോക്സിലോട്ട് മാറ്റാം, പ്രൈമറി മാറ്റേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ പോയിന്റ് യു വിൽ ബി ടയർഡ്, യു വിൽ മേക്ക് മിസ്റ്റേക്സ്. ഹവെവർ സിസ്റ്റം വിൽ നോട്ട്. അതിനെയാണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ. കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു, സിസ്റ്റമാണ് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ 24 മണിക്കൂറും വേണേൽ സിസ്റ്റം ആ പണി തന്നെ ചെയ്യും വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്, അല്ലേ? അപ്പോൾ അതിനെയാണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ. അതിനകത്ത് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ്, അതിനകത്ത് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ആ ഒരു യൂണിറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വാട്ട് ഈസ് വീക്ക് AI, വാട്ട് ഈസ് സ്ട്രോങ് AI. വീക്ക് AI എന്ന് പറയുമ്പോൾ നാരോ AI. ഓക്കെ, നമ്മുടെ ചുറ്റിനുമുള്ളതെല്ലാം ഇന്ന് എന്താണ്, വീക്ക് AI ആണ്. അത് നമ്മളുടെ ഈ പറയുന്ന സിരി, അലക്സ എല്ലാം ആയിക്കോട്ടെ, അതെല്ലാം വീക്ക് AI ആണ്. ഇനി ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ട് ചിന്തിക്കാൻ കഴിവുള്ളത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, മനുഷ്യന്മാരുടെ റെപ്ലിക്ക, ദാറ്റ് ഇസ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ ആണ് പിള്ളേരെ. ഇത് മൊത്തത്തിൽ സ്റ്റഡീസ് നടക്കുന്നേ ഉള്ളൂ. ഇത് വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, സൂപ്പർസീഡ് ദ കേപ്പബിലിറ്റി ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. മനുഷ്യന്മാരെ കാട്ടിലതീതമായി ചിന്തിക്കാൻ പറ്റുന്നത് ആർക്കാണ്, സൂപ്പർ ഇൻ്റലിജൻസ് വരുമ്പോൾ. അപ്പോൾ അത് രണ്ടും സ്ട്രോങ് AIയുടെ അടിയിലാണ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ബേസിക്കലി സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അത് ശ്രദ്ധിക്കണം. ഇനി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏതിൻ്റെയാണ് ക്ലസ്റ്ററിങ്, ഏതിൻ്റെയാണ് ഗ്രൂപ്പിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ആ ഒരു പാർട്ട് ശ്രദ്ധിക്കണം. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ റീസെന്റ് ഇയേഴ്സ് business intelligence has expanded to incorporate more procedures and activities designed to enhance performance. These procedures consist of data mining, reporting, querying, all of the above. ഈ ഒരു പാർട്ട്
പൊതുവേ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവസാനം എടുക്കുന്ന ഒരു പോയിന്റാണ് ബിസിനസ് ഇൻ്റലിജൻസ്, BI എന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് പഠിക്കാൻ. BI എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുതൽ പഠിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി മാറി? ബിസിനസ് ഇൻ്റലിജൻസ് ആയി മാറി. എന്ന് പറയുമ്പോൾ നല്ല ഡേറ്റയുടെ ബേസിസിൽ നമ്മൾ ക്വാളിറ്റി ഡേറ്റ ഡ്രിവൺ ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിനെയാണ് ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് വരുന്നത്? ഡേറ്റ മൈനിങ് വരില്ലേ? ഒബ്വിയസ്ലി വരും. റിപ്പോർട്ടിംഗ് വരും, ഡേറ്റ വിഷ്വലൈസേഷൻ വരും, ആൻഡ് പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് വരും, ക്വറിയിങ് വരും. സോ ദ ആൻസർ ഇസ് ഓൾ ഓഫ് ദ അബവ്. ഇതെല്ലാം അതിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ലാസ്റ്റ് മൊമെൻറ്റ് ഞാൻ ഒന്ന് ക്വിക്കായിട്ട് 1-2 കാര്യങ്ങളും കൂടി ഒന്ന് പറയുന്നു നിർത്തുന്നതിന് മുന്നേ. ലാസ്റ്റ് യൂണിറ്റ് കൂടി ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് യൂണിറ്റ് എന്തായിരുന്നു? വാട്ട് ആർ ദ 2 അപ്രോച്ചസ്? ഇന്നത്തെ കാലത്തുള്ള 2 അപ്രോച്ചസ് എന്താണ് എന്നുള്ളൊരു ചോദ്യം. അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഡേറ്റ ഡ്രിവൺ, അതല്ല എങ്കിൽ രണ്ടാമത്തെ എന്തായിരുന്നു? മോഡൽ ഡ്രിവൺ. 2 അപ്രോച്ചസിനെ പറ്റിയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മൾ സംസാരിക്കണം. ഇറ്റ് ക്യാൻ ബി ഡേറ്റ ഡ്രിവൺ, ഇറ്റ് ക്യാൻ ബി മോഡൽ ഡ്രിവൺ. ഏതാണ് നല്ലത് എന്നുള്ളൊരു ചോദ്യം വരാൻ. അൺസോൾവ്ഡ് കേസസ് ഒക്കെ നോക്കുകയാണെങ്കിൽ യു വിൽ ഫൈൻഡ് ദിസ് ക്വസ്റ്റ്യൻ. ഏതാണ് നല്ലത്? അപ്പോൾ മക്കളെ, മോഡൽ ഡ്രിവൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മോഡൽ ഡ്രിവൺ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് മോഡൽ വേണം, നല്ല മോഡൽ. അതായത് ആ AI-യുടെ മോഡലിൻ്റെ അതിൻ്റെ കേപ്പബിലിറ്റിയിലാണ് കാര്യം എന്നാണ് മോഡൽ ഡ്രിവണിൽ പറയണത്. ഡേറ്റ ഡ്രിവണിൽ എന്താണ് പറയണത്? ക്വാളിറ്റി ഓഫ് ഡേറ്റയിലാണ് കാര്യം. നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് ഡേറ്റ. ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിൽ നിങ്ങൾക്ക് കോമൺ ആയി എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡേറ്റയുടെ ക്വാളിറ്റി. കാര്യം ആദ്യം തന്നെ പറഞ്ഞു ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. നമുക്ക് സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഡേറ്റ തെറ്റാണ് എങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന അനാലിസിസ് പൊട്ട തെറ്റായിരിക്കും. അതിൻ്റെ ബേസിസിൽ നമുക്ക് നല്ലൊരു തീരുമാനം ഒരിക്കലും എടുക്കാൻ പറ്റില്ല, മൊത്തവും തെറ്റിപ്പോവും. അതുകൊണ്ട് നമ്മൾ സിസ്റ്റത്തിന് എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ എന്തായിരിക്കണം? അത്രമാത്രം കരുത്തുള്ള റെലവെൻ്റ് ആയിട്ടുള്ള. ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ പഠിച്ചു ദി ക്വാളിറ്റീസ് ഓഫ് ഡേറ്റ. ഇറ്റ് ഷുഡ് ബി അക്യുറേറ്റ്, ഇറ്റ് ഷുഡ് ബി റെലവെൻറ്റ്, ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്, അല്ല ഇറ്റ് ഷുഡ് ബി ടൈംലി. ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന നല്ല കഴിവുള്ള, നല്ല കേപ്പബിൾ, നല്ല റെലവെൻ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കണം നമ്മൾ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡേറ്റയുടെ ക്വാളിറ്റി ആണോ ഇമ്പോർട്ടൻറ്റ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഐഡിയൽ സിനാരിയോ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ പ്രത്യേകം എഴുതേണ്ട ഒരു കാര്യം എന്താണ്? ഇൻ ആൻ ഐഡിയൽ സിനാരിയോ മോഡൽ ഡ്രിവൺ ആൻഡ് ഡേറ്റ ഡ്രിവൺ ബോത്ത് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. രണ്ടും ഒരുപോലെ വേണം. ഓക്കെ. കാര്യം അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുള്ള കാര്യമാണ്. റിയൽ ലൈഫ് എക്സാമ്പിൾ ഒരെണ്ണം കൊടുക്കാമോ എന്നുള്ളൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മെറ്റീരിയൽ അതുപോലെ വന്നിട്ടുണ്ട്. എന്താണ്? കോവിഡ് നടക്കുന്ന സമയത്ത് നമ്മൾ ചില മോഡൽസ് ആണ്, നമ്മളെ മോഡൽസ് ചിലത് നല്ലതായിരുന്നു, ചില മോഡൽസ് മോശമായിരുന്നു. ചിലപ്പോൾ ഒക്കെ നമ്മൾ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് കൊടുത്ത ഡേറ്റയുടെ ക്വാളിറ്റി മോശമായിരുന്നു. ഓക്കെ. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ വേണം. സ്ട്രോങ് മോഡൽ നമുക്ക് വേണം, അറ്റ് ദ സെയിം ടൈം ക്വാളിറ്റി ഉള്ള ഡേറ്റയും നമുക്ക് വേണം. ഇറ്റ് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഓക്കെ. രണ്ടും ഒരുപോലെ വന്നാൽ മാത്രമേ ഒരു വണ്ടർഫുൾ AI അല്ലെങ്കിൽ ഒരു നല്ല ബിസിനസ് ഡിസിഷൻ നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും വേണം, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് ഡേറ്റ അനലിറ്റിക്സിൽ. പിന്നെ 1-2 കാര്യങ്ങളും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഡേറ്റ ഡിസ്ട്രിബ്യൂഷനകത്ത് നമ്മൾ എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. ഡിസ്ട്രിബ്യൂഷനകത്ത് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് നോക്കുക. ഓക്കെ. കണ്ടിന്യൂസ് വരുന്നുണ്ട്, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ്. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. നോർമൽ പഠിച്ചിട്ടുണ്ട്, ലോഗ് നോർമൽ പഠിച്ചിട്ടുണ്ട്, കൈ സ്ക്വയർ പഠിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ T സ്റ്റുഡൻറ്റ് പഠിച്ചിട്ടുണ്ട്, എക്സ്പൊണൻഷ്യൽ, പോയ്സൺ കുറേ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം പഠിക്കുക. അതിൻ്റെയൊക്കെ ഇൻ കേസ് അതെങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലാസ്റ്റ് നമ്മൾ ഡിസംബറിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ബിസിനസ് അനലിറ്റിക്സിൻ്റെ വീഡിയോയിലകത്ത് അതിൻ്റെ ആ കീവേഡ്സ് പറഞ്ഞ് ഞാൻ പോകുന്നുണ്ട്. ആ കീവേഡ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. സിമെട്രിക്കൽ ആണോ, അസിമെട്രിക്കൽ ആണോ, അല്ലെങ്കിൽ എന്താ പറയുക, മീനിലാണോ, സിമെട്രി, ബെൽ ഷേപ്ഡ് കർവ് ആണോ, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് സക്സസ് ഏതിലാണ് വരിക, ഫെയിലിയർ റേറ്റ് കണ്ടുപിടിക്കുന്നത് ഏതാണ്, പോയ്സണും എക്സ്പൊണൻഷ്യലും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാൻ പിള്ളേരെ, നമ്മളുടെ ഡേറ്റ മൈനിങ്ങിൻ്റെ ടെക്നീക്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് കണ്ടാൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ML-ഉം DL-ഉം പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം വരാൻ ചാൻസസ് ഉള്ളൊരു സാധനമാണ് മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് എന്നുള്ളത്. ഓക്കെ. ഇവിടെ നമ്മൾ സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻപുട്സ് കൊടുക്കും, നമ്മൾ സിസ്റ്റത്തിനെ പഠിപ്പിക്കും. ഇത് സിസ്റ്റം തന്നെത്താനെ, ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ട് സിസ്റ്റം തന്നെത്താനെ പഠിക്കും. ഇവിടെ എഴുതേണ്ട ഒരു കീവേഡാണ് ന്യൂറൽ നെറ്റ്വർക്ക്. ഓക്കെ. നമ്മളുടെ മനുഷ്യന്മാരുടെ തലച്ചോറിലെ ആ ന്യൂറൽ ഇങ്ങനെ നമ്മൾ ഇത് തന്നെ തലയാണെന്ന് വിചാരിച്ചു.
അതെനിക്കില്ല സൂപ്പർമാൻ്റെ എന്തോ സൈൻ പോലൊക്കെ തോന്നുന്നു, പക്ഷേ സാരില്ല, നിങ്ങൾക്ക് എന്തോ സൂപ്പർമാനാണോ സ്പൈഡർമാനാണോ ഐ ഡോണ്ട് നോ. ഞാൻ സ്കൈഫൈ മൂവീസിൻ്റെ ഒന്നും ആളല്ല. ബട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ പറയുക, ഹ്യൂമൻ ബ്രെയിൻ അതിനകത്തുള്ള ആ ഒരു ലെയേഴ്സ് പോലെ തന്നെയാണ് നമ്മൾ ഈ ഡീപ്പ് ലേണിങ്ങിൻ്റെ കാര്യവും പറയുമ്പോൾ അവിടെ എന്തുണ്ട്, ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ട്, ന്യൂറൽ നെറ്റ്വർക്ക്. ഓക്കെ, അതുപോലെ നിങ്ങൾ ആ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ്, അതുപോലെ ലോസ് ഫങ്ഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി കീവേഡ്സ് അതിനകത്ത് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ KNN. ഓക്കെ, KNN അൽഗോരിതം. ഓക്കെ, നിയറസ്റ്റ് നെയ്ബർ, ഏറ്റവും നമ്മളുടെ നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് നെയ്ബർ ഏതാണ്, ക്ലോസസ്റ്റ് പ്രോക്സിമിറ്റിയുടെ ബേസിസിൽ പ്രൊഡിക്ഷൻസ് നടത്തുമ്പോൾ KNN അൽഗോരിതത്തിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സ്കെപ്റ്റിസിസം, നേരത്തെ പറഞ്ഞ പോലെ സ്കെപ്റ്റിസിസം, ഡിസ്ക്രിപ്റ്റീവ് എന്താണ്, പിന്നെ അല്ല പ്രൊഡിക്റ്റീവ് എന്താണ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നീക്സ് എന്തൊക്കെയാണ്, അതിനകത്ത് നമ്മൾ എക്സാമ്പിൾസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വേറെ നമ്മളുടെ സെക്കൻഡ് യൂണിറ്റ് ആണെങ്കിൽ ഷോർട്ട് നോട്ട്സ് എഴുതാൻ ഓരോന്നിനെയും പറ്റി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ മാപ്പ് എന്താണ്, ഡെൻസിറ്റി മാപ്പ് എന്താണ്, ഇതൊക്കെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. ഡാഷ്ബോർഡ് എന്ന് കണ്ടാൽ തന്നെ ഓർത്തോണം, ഇൻ്ററാക്റ്റീവ് ആണ് ഡാഷ്ബോർഡ്. ഇനി ക്ലിക്ക് വ്യൂവും അതും ഇതെല്ലാം ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ഗ്രാഫ്സ് ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലിക്ക് വ്യൂ ആണ് ഡേറ്റ ഡിസ്കവറി പ്ലാറ്റ്ഫോമാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേറെ ബാക്കിയുള്ളതിനകത്തെല്ലാം കോമൺ ആയിട്ട് എഴുതാൻ ഡേറ്റ വിഷ്വലൈസേഷൻ ടൂൾ, ബാക്കി 3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡേറ്റ വിഷ്വലൈസേഷൻ ടൂൾ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ക്ലിക്ക് വ്യൂ നിങ്ങൾ അവിടെ എന്ത് എഴുതണം, ഡേറ്റ ഡിസ്കവറി പ്ലാറ്റ്ഫോം. പിന്നെ വേറെ DPA വലിയൊരു ടേമാണ്, അതിന് ചെറിയൊരു സാധനം മാത്രമാണ് എന്ത്, ഡേറ്റ വിഷ്വലൈസേഷൻ. പിന്നെ നമ്മൾ ഗ്രാഫ്സ്, പ്ലോട്ട്, സിംഗിൾ, നേരത്തെ ഡിസ്കസ് ചെയ്ത സാധനങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബിസിനസ് ഡേറ്റ. പിന്നെ അനലിറ്റിക്സ് എന്താന്ന് ബേസിക് ചോദ്യമാണ്. ഹൂസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, അലൻ ട്യൂറിങ് അല്ലേ. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ട്യൂറിങ് ടെസ്റ്റിനെ പറ്റി നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഡേറ്റ അനലിറ്റിക്സ് എന്താണെന്ന് പറയുന്നുണ്ട്, ഡേറ്റ സയൻസ് എന്താണെന്ന് പറയുന്നുണ്ട്, NLPs എന്താണെന്ന് നമ്മൾ പഠിച്ചു, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡിഫറെൻറ്റ് നമ്മൾ 11 കാര്യങ്ങൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ സയൻസും നമ്മളുടെ ഫിനാൻസും തമ്മിലുള്ള റിലവൻസിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് 11 പോയിന്റ്സിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് ഓരോന്നിനകത്തും യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചേക്കണം. റിസ്ക് അനലിറ്റിക്സ്, കുറേ എണ്ണത്തിനകത്ത് മെഷീൻ ലേണിംഗ് പറയുന്നുണ്ട്, ചിലതിനകത്തൊക്കെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേറെ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളാണ്, വളരെ 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 സിമ്പിളാണ് ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫ്രം മൈ എൻഡ്. താങ്ക് യു സോ മച്ച്. യൂസ്ഫുൾ ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ. ദാറ്റ്സ് ഇറ്റ്. വീണ്ടും ഒരു സെഷനായി കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.